Confident Group presents SIMA 2022 Red Carpetil. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ് സോഫിയ പോൾ ആൻഡ് ഐമ റോസ്മി. ബോത്ത് ഓഫ് യു വെൽക്കം ടു സൈമ. താങ്ക് യു. ഓക്കെ, ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമേ, സൈമ വീക്കെൻഡ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് സൈമ 2022? വെരി മച്ച് എക്സൈറ്റഡ്. കാരണം മിന്നൽ മുരളി മൂവി നോമിനേറ്റഡ് ആണ്, ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, എക്സൈറ്റഡ് ആണ്. ഓക്കെ, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് വാട്ട് മേക്സ് എ ഫിലിം ബെസ്റ്റ് അക്കോർഡിംഗ് ടു യു? പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. വാട്ട് മേക്സ് എ ഫിലിം ബെസ്റ്റ്? വാട്ട് മേക്ക് മീൻസ് ഞാനൊരു എന്താ പറയണ്ടേ, ഞങ്ങളൊരു ഫാമിലി മീൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഡിസിഷനാണ് ഒരു മൂവിയിൽ എടുക്കുന്നത്. ഫുൾ ഫാമിലിയുടെ ഒരു ഡിസിഷനാണ്. പിന്നെ ഫുൾ ഇൻവോൾവ് ആണ് ആ പ്രോജക്റ്റിൽ. ഒരു വെറും ഒരു പ്രൊഡക്ഷൻ ഹൗസിന് അങ്ങനെയല്ല, ഒരു പ്രൊഡ്യൂസർ അല്ല. മീൻസ് ഈച്ച് ആൻഡ് എവറി എന്താ പറയണ്ട സെക്ഷനിലായാലും നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയണ്ട ആ പ്രോജക്റ്റിനെ മാക്സിമം നന്നാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഈ എന്തായാലും തീരുമാനം എടുക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടിയാണ്. ഓക്കെ, ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഈ കൂട്ടത്തിൽ ആരാ? സോഫിയ പോൾ ആണോ, കെവിൻ ആണോ, ഐമയാണോ? Come on, ഐമ tell me. ഇല്ല, ഞങ്ങൾ മാത്രല്ല, വേറെ ചേട്ടനും ഉണ്ട്, ഡാഡിയും ഉണ്ട്, ചേച്ചിയുണ്ട്. എനിക്കറിയാവുന്ന മൂന്നുപേരെ ഞാൻ സെഡിനും കെവിനും തന്നെ ഏറ്റവും കൂടുതൽ. സെഡിൻ ആൻഡ് കെവിൻ എന്റെ രണ്ട് ആൺമക്കളാണ്. അവർ രണ്ടുപേരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും. പിന്നെ ഈ പറയുന്ന എല്ലാവരും വായിക്കും കംപ്ലീറ്റ് സ്ക്രിപ്റ്റ്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഫുൾ ഫാമിലി വായിക്കും. എന്നിട്ട് പിന്നെ അതിനകത്ത് നമ്മൾക്ക് തോന്നുന്ന കറക്ഷൻസ് നമ്മൾ പറയും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞ് അവരുടെ ഒരു ക്രിയേറ്റീവ് പാർട്ടിനകത്ത് കയറി ഒരുപാട് കൈകടത്തുന്നല്ല. എന്നാലും നമ്മളൊരു നോർമൽ ഒരു ഓഡിയനെ പോലെ ചിന്തിച്ചിട്ട് ഇതിങ്ങനെ ആയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പറയും. ഓക്കെ, ഇന്ത്യ ഒട്ടാകെ ആഘോഷിച്ച, ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടിയ സിനിമയാണ് മിന്നൽ മുരളി. ആർ യു റിയലി പ്രൗഡ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക്? വെരി പ്രൗഡ്, വെരി പ്രൗഡ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ത്യ മീൻസ് അതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. പിന്നെ അതൊന്നുമല്ല, എനിക്ക് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും അതിന് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയണ്ട ഇത് മീൻസ് ആൾക്കാർ നമ്മളെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളിങ്ങനെ ഒരു മൂവി കണ്ടു, വി ആർ സോ പ്രൗഡ്, ഇത് മലയാളത്തിൽ നിന്നാണല്ലോ ഇങ്ങനെ ഒരു സിനിമ വന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് വിളിച്ച് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പം വി ഫീൽ വെരി പ്രൗഡ്. ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷം. അതെ. ഓക്കെ, മിന്നൽ മുരളി എന്ന സബ്ജക്റ്റിന്റെ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ? സബ്ജക്റ്റിന്റെ ആ സിനിമയുടെ അല്ല, ആക്ച്വലി നമ്മൾ അതിനെ ഒരു ലോക്കൽ സൂപ്പർ ഹീറോയാണ് നമ്മൾ കൊണ്ടുവന്നത്. അത് തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളിപ്പോ അതിനൊരു ലോക്കൽ അല്ലാത്ത രീതിയിൽ ചിലപ്പം ഒരു സൂപ്പർ ഹീറോയെ കൊണ്ടുവന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മൾ നമ്മളുടേതായ ഒരു സറൗണ്ടിങ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോക്കൽ ഒരു സൂപ്പർ ഹീറോയെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അതിന് സൈമ 2022 വേദിയില് മിന്നൽ മുരളിയാണ് ബെസ്റ്റ് ഫിലിം തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ ഒരു സ്പീച്ച് ഒക്കെ തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ പറഞ്ഞക്ക് എന്റെ ആദ്യത്തെ അവാർഡ് ആയിരിക്കും എന്തെങ്കിൽ. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, മിന്നൽ മുരളി 2 എന്ന് വരും? അത് ഡിസ്കഷനിലാണ്. നമുക്ക് അതിന് ഒത്തിരി നമ്മളിപ്പോ 1 എടുത്ത പോലെയല്ല, 2 ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഇച്ചിരി സമയം എടുക്കും. അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.